മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 86-ാമത്തെ ദശകം 8-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. ശ്ലോകം: യുദ്ധേ ദ്രോണസ്യ ഹസ്തിസ്ഥിരരണഭഗദത്തേരിതം വൈഷ്ണവാസ്ത്രം വക്ഷസ്യാധത്ത ചക്രസ്ഥഗിതരവിമഹാപ്രാർദ്ധയൽ സിന്ധുരാജം നാഗാസ്ത്രേ കർണമുക്തേ ക്ഷിതിമവനമയൻ കേവലം കൃത്തമൗലിം തത്രേ തത്രാപി പാർത്ഥം കിമിവ നഹി ഭവാൻ പാണ്ഡവാനാമകാർഷീത്. യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളത് നേരത്തെ പറഞ്ഞു. ഇന്നലത്തെ ഭീഷ്മൻ്റെ ആയിട്ടുള്ള യുദ്ധത്തിൽ പറയുകയുണ്ടായി. ഇനി അടുത്ത ഭീഷ്മൻ്റെ ഭീഷ്മൻ്റെ സേനാധിപത്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നത്തെ ദ്രോണരാണ് അടുത്തതായിട്ട് സേനാധിപതിയായിട്ട് വന്നത്. കൗരവപക്ഷത്തിൽ അടുത്ത സേനാപതി ദ്രോണരാണ്. ആ ദ്രോണരുമായിട്ടുണ്ടായ യുദ്ധത്തിൽ ദ്രോണര് സേനാധിപതിയായിട്ട് ഉണ്ടായതായ യുദ്ധത്തിൽ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പറയണത്. കൗരവപക്ഷത്തിൽ ആണ് ഇങ്ങനെ സേനാധിപതികൾ മാറ്റി മാറ്റി വന്നിട്ടുള്ളൂ. പാണ്ഡവപക്ഷത്തിൽ ഇയാൾ മാത്രമേ, ധൃഷ്ടദ്യുമ്നൻ മാത്രമേ സേനാധിപതിയായിട്ടുണ്ടായിട്ടുള്ളൂ. വേറെ ആരെ അത് വേണ്ടി വന്നിട്ടില്ല. ഇവിടെ ഓരോരുത്തർ യുദ്ധത്തിൽ നിന്ന് പിന്മാറുക അല്ലെങ്കിൽ മരിക്കുക, അങ്ങനെ വരുമ്പോൾ അടുത്തടുത്ത സേനാധിപതിയെ ഒക്കെ നിയമിക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെ യുദ്ധേ ദ്രോണസ്യ യുദ്ധേ, ദ്രോണനായിട്ടുള്ളതായിട്ടുള്ള യുദ്ധത്തിൽ, ദ്രോണൻ സേനാധിപതിയായിട്ടുള്ളതായിട്ടുള്ള യുദ്ധത്തിൽ, അങ്ങനെ ആ സേനാധിപതിയായിട്ട് കൗരവപക്ഷത്തിൽ ദ്രോണര് സേനാധിപതിയായിരിക്കുന്നതായ അവസരത്തിൽ ഹസ്തിസ്ഥിരരണ ഭഗദത്തേരിതം വൈഷ്ണവാസ്ത്രം പക്ഷസ്യാധത്ത. ആ സമയത്ത് സേനാധിപതി ദ്രോണരായാലും പലരോടും യുദ്ധത്തിന് നേരിടേണ്ടതായിട്ട് വരും. അപ്പം ഇങ്ങനെ ഭഗദത്തൻ എന്നുള്ളതായിട്ടുള്ള ഒരു രാജാവ്, ആ രാജാവിനായിട്ടാണ് തൽക്കാലം അർജുനൻ യുദ്ധം ചെയ്യണത്. ആ ഭഗദത്തനെ നേരിടുന്നതായിട്ടുള്ള സമയം. ഹസ്തിസ്ഥിരരണ ഭഗദത്തേരിതം, ഭഗദത്തനാൽ അയക്കപ്പെട്ടതായ, ഭഗദത്തേരിതം ഭഗദത്തനാൽ ഈരിതമായ പറഞ്ഞയക്കപ്പെട്ടതായ വൈഷ്ണവാസ്ത്രത്തിനെ അയച്ചു. വൈഷ്ണവാസ്ത്രം എന്ന് പറഞ്ഞാൽ നാരായണാസ്ത്രം എന്നാണ്. വൈഷ്ണവമായിട്ടുള്ള അസ്ത്രം നാരായണാസ്ത്രം എന്നാണ് അതിൻ്റെ പേര്. ആ നാരായണാസ്ത്രത്തെ ഭഗദത്തൻ പറഞ്ഞയച്ചു എന്നാണ്. ഈ നാരായണാസ്ത്രം ആയിട്ടുണ്ടെങ്കിൽ പിന്നെ മരിക്കും എന്നുള്ളത് സംശയമില്ല. അപ്പോൾ ആ നാരായണാസ്ത്രം വന്നിട്ടുണ്ടെങ്കിൽ അർജുനൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ യുദ്ധത്തിനൊരു അതില്ല എന്നുള്ളത് ഭഗവാൻ അറിയാം. അപ്പോൾ എന്തു ചെയ്തു? അത് വക്ഷസി ആധത്ത, നാരായണൻ തന്നെയാണല്ലോ ഭഗവാൻ. അപ്പോൾ ആ നാരായണൻ ദേവതയായിട്ടുള്ള അസ്ത്രം വന്നപ്പോൾ ആ അസ്ത്രത്തെ ഭഗവാൻ തന്നെ അങ്ങോട്ട് സ്വീകരിച്ചു എന്നാണ്. വക്ഷസി ആധത്ത, തൻ്റെ വക്ഷസിൽ അതിനെ സ്വീകരിച്ചു. അപ്പോൾ അതിന് ആ നാരായണാസ്ത്രത്തിന് ഒരു ഫലം ഇല്ലാണ്ടായി. അതിനെ ഭഗവാൻ തന്നെ സ്വീകരിച്ചു, അധത്ത ധരിച്ചു. വക്ഷസി അധത്ത, സ്വന്തം വക്ഷസിൽ അതിനൊരലങ്കാരമായിട്ട് ഈ നാരായണാസ്ത്രം സ്വീകരിച്ചു എന്നാണ്. അതിൻ്റെ മുമ്പ് പറഞ്ഞിട്ടുള്ളത് ഹസ്തി സ്ഥിരരണ ഭഗദത്തേരിതം, ഭഗദത്തൻ്റെ ഒരു വിശേഷണമാണ് ഹസ്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനയിൽ സ്ഥിരമായിട്ട് യുദ്ധം ചെയ്യുന്നതായിട്ടുള്ള ഹസ്തി സ്ഥിരരണം, ഹസ്തിങ്കൽ സ്ഥിരമായിട്ട് രണം ചെയ്യുന്നതായിട്ടുള്ള, യുദ്ധം ചെയ്യുന്നതായിട്ടുള്ള ഭഗദത്തൻ്റെ, അവിടെ തേരൊന്നുമല്ല, ഭഗദത്തിന് ആനയാണ് വാഹനം എന്നാണ്. യുദ്ധത്തിൽ ആനപ്പുറത്ത് കയറിയിട്ടാണ് ഭഗദത്തൻ്റെ യുദ്ധം. അങ്ങനെ സ്ഥിരമായിട്ട് യുദ്ധം ചെയ്യുന്നതായിട്ടുള്ള ആ ഭഗദത്തനാൽ അയക്കപ്പെട്ടതായ വൈഷ്ണവാസ്ത്രം, നാരായണാസ്ത്രം, അത് ഭഗവാൻ വക്ഷസിൽ, സ്വന്തം വക്ഷസിൽ അലങ്കാരമായിട്ട് അങ്ങോട്ട് സ്വീകരിച്ചു. അതിനെ അർജുനനെ ബാധിച്ചില്ല എന്നാണ്. അർജുനനെ കൊല്ലാനായിട്ട് സമ്മതിച്ചില്ല. ആ വൈഷ്ണവാസ്ത്രം ഭഗവാൻ തന്നെ സ്വീകരിച്ചു. ഈ ചില അസ്ത്രങ്ങളൊക്കെ ഒരിക്കൽ ഉപയോഗിച്ചാൽ പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ ഭഗദത്തൻ വൈഷ്ണവാസ്ത്രം അർജുനൻ്റെ നേർക്ക് അയച്ചത്. അത് ഭഗവാൻ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അത് അയക്കാനായിട്ട്, ആദ്യം ആ മന്ത്രം ജപിച്ച് അയക്കാനായിട്ട് പറ്റില്ല. അപ്പം അങ്ങനെ ആ വൈഷ്ണവാസ്ത്രത്തിൽ നിന്ന് ഭഗവാൻ അർജുനനെ രക്ഷിച്ചു എന്നാണ്.
യുദ്ധേ ദ്രോണസ്യ, ദ്രോണനായിട്ടുള്ള യുദ്ധം ചെയ്യുന്നതായിട്ടുള്ള അവസരത്തിൽ ഭഗദത്തൻ എന്ന രാജാവ് അയച്ചതായിട്ടുള്ള എങ്ങനെയുള്ളതാണ് ഭഗദത്തൻ? ഹസ്തി സ്ഥിരരണ ഭഗദത്തൻ. ഹസ്തിയിൽ ആനപ്പുറത്ത് കയറി സ്ഥിരമായി യുദ്ധം ചെയ്യുന്നതായിട്ടുള്ള, അതായത് അവിടെ ഒരു ആനപ്പുറത്ത് കയറി യുദ്ധം ചെയ്യാൻ തുടങ്ങിയാൽ യാതൊരു വിഷമവും ഇല്ല ഭഗദത്തന് എന്നുള്ളതാണ്. എത്ര നേരം വേണമെങ്കിൽ യുദ്ധം ചെയ്യാൻ ഒരു വിഷമവും ഇല്ല. അത് അങ്ങനെയുള്ളതായിട്ടുള്ള ഭഗദത്തൻ വൈഷ്ണവാസ്ത്രം അയച്ചപ്പോൾ അതിനെ ഭഗവാൻ വക്ഷസിൽ തൻ്റെ മാറത്ത് സ്വീകരിച്ചു. ഭഗദത്തെ ഈരിതം എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടതായി, ഭഗദത്തനാൽ ഈരിതമായ ഭഗദത്തേരിതം എന്നുള്ളത്. ഭഗദത്തൻ അയച്ചതായ ആ വൈഷ്ണവാസ്ത്രത്തെ, നാരായണ അസ്ത്രത്തെ ഭഗവാൻ വക്ഷസിൽ അലങ്കാരമായിട്ട് സ്വീകരിച്ചു. ഇനി വക്ഷസ്യാധത്ത പിന്നെ എന്താണ് ഉണ്ടായത്? ചക്രസ്ഥഗിത രവിമഹാഹ പ്രാർത്ഥയൽ സിന്ധുരാജം. സിന്ധുരാജം പ്രാർത്ഥയൽ. സിന്ധുരാജൻ എന്ന് പറഞ്ഞാൽ ജയദ്രഥനാണ്. ആ ജയദ്രഥനെ വധിച്ചു. പ്രാദ്രവൽ വധിപ്പിച്ചു, അർജുനെ കൊണ്ട് കൊല്ലിച്ചു എന്നാണ്. പ്രാർത്ഥയൽ സിന്ധുരാജം. സിന്ധുരാജനെ വധിപ്പിച്ചു. സിന്ധുരാജത്തിൻ്റെ മരണത്തിന് കാരണമായി. എങ്ങനെ? ചക്രസ്ഥഗിത രവിമഹാഹ. അപ്പോൾ സന്ധ്യ നാളെ ജയദ്രഥനെ കൊന്നോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അഭിമന്യുവിനെ കൊന്നത് ജയദ്രഥനാണ്. അപ്പോൾ അഭിമന്യുവിനെ കൊന്നത് ജയദ്രഥനാവുമ്പോൾ ആ ജയദ്രഥനോടുള്ളതായിട്ടുള്ള പക അർജുനനുണ്ട്. അപ്പോൾ നാളെ അർജുനനെ അസ്തമിക്കുന്നതിൻ്റെ മുമ്പേ അർജുൻ ജയദ്രഥനെ കൊല്ലും എന്നുള്ളതായിട്ട് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അപ്പോൾ യുദ്ധത്തിൽ ജയദ്രഥനെ എല്ലാവരും കൂടി സംരക്ഷിച്ചും കൊണ്ടിരുന്നു. അതായത് കൗരവപക്ഷത്തിലുള്ളതായ ബാക്കി എല്ലാവരും ഈ ജയദ്രഥൻ്റെ ചുറ്റും വളഞ്ഞ് ജയദ്രഥൻ്റെ അടുത്തേക്ക് പോവാനായിട്ട് അർജുനനെ സമ്മതിക്കാതെ കണ്ട് അങ്ങനെ ഒരു മതിൽ കെട്ടി, മനുഷ്യമതിലെന്നോ സൈന്യങ്ങളെ കൊണ്ടുള്ളതായിട്ടുള്ള മതിലെന്നോ എന്തായാലും ജയദ്രഥനെ പുറത്തേക്ക് കൊണ്ടുവരാതെ കണ്ട് ഇരുന്നു കൗരവ സൈന്യങ്ങൾ. അപ്പോൾ ഈ പുറത്തേക്ക് കിട്ടിയാലല്ലേ കൊല്ലാൻ പറ്റുള്ളൂ. പുറത്തേക്ക് കിട്ടണില്ല. ജയദ്രഥനെ അങ്ങനെ സംരക്ഷിക്കുകയാണ് ബാക്കി കൗരവ സൈന്യങ്ങളൊക്കെ കൂടിയിട്ട്. അപ്പം എന്തു ചെയ്തു എന്നാണെന്നുണ്ടെങ്കിൽ അസ്തമനത്തിന് മുമ്പ് കൊല്ലണം. അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ യുദ്ധം നിർത്തുകയും. അപ്പോൾ അസ്തമനത്തിന് മുമ്പ് കൊല്ലണം. അപ്പം എന്തു ചെയ്തു എന്നാണെങ്കിൽ ഭഗവാൻ തൻ്റെ സുദർശന ചക്രം കാണിച്ചിട്ട് സൂര്യനെ ഒന്ന് മറച്ചു എന്നാണ്. സൂര്യനെ ഒന്ന് മറച്ചപ്പോൾ സൂര്യൻ അസ്തമിച്ചതായിട്ടുള്ള പ്രതീതി ഉണ്ടായി. ജയദ്രഥൻ ഇവരുടെ വ്യൂഹത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. ആ പുറത്തേക്ക് വന്ന സമയത്ത് അർജുനൻ അങ്ങോട്ട് വധിക്കുകയും ചെയ്തു എന്നാണ്. അർജുനെ എല്ലാവരും കൂടി, ജയദ്രഥനെ എല്ലാവരും കൂടി സംരക്ഷിച്ചും കൊണ്ട് ചുറ്റും നിൽക്കുകയായിരുന്നു. അപ്പോൾ അവരൊക്കെ കൂടിയിട്ട് അസ്തമിച്ചു, സൂര്യൻ അസ്തമിച്ചു. ഇനി ജയദ്രഥനെ കൊല്ലാൻ പറ്റിയിട്ടില്ല, അർജുനൻ്റെ സത്യം മാറും എന്നുള്ള തീർച്ചയായപ്പോൾ എല്ലാവരും കൂടി യുദ്ധം അവസാനിപ്പിച്ചിട്ട് ജയദ്രഥൻ പുറത്തേക്ക് വന്നു. അവസാനിച്ചു എന്ന് വിചാരിച്ച് ജയദ്രഥൻ പുറത്തേക്ക് വന്നു. വ്യൂഹത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ കാണാറായി അർജുൻ ഞങ്ങളുടെ അമ്പെയ്ത് കൊല്ലും ചെയ്തു എന്നാണ്. അങ്ങനെയാണ്. ചക്രസ്ഥഗിത രവി മഹാഹ. രവി സൂര്യൻ്റെ മഹസ് പ്രകാശം. ആ മഹസ്സിനെ ചക്രസ്ഥഗിതം, ചക്രം കൊണ്ട് സ്ഥഗിതമാക്കി, ഇല്ലാതാക്കി. ചക്രം കൊണ്ട് തടയപ്പെട്ടത്, സ്ഥഗിതം വെച്ചാൽ തടയപ്പെട്ടാന്നാണ് അർത്ഥം. ചക്രം കൊണ്ട് സ്ഥഗിതമായ തടയപ്പെട്ടതായ രവിയുടെ സൂര്യൻ്റെ മഹസ്സോടുകൂടി സൂര്യൻ്റെ പ്രകാശം ഈ സുദർശന ചക്രം കാണിച്ചിട്ട് അതിൻ്റെ ഇടയിൽ സൂര്യനും ജയദ്രഥനും ഇടയിലായിട്ട് ഈ സുദർശന ചക്രം കാണിച്ചപ്പോൾ, അപ്പോൾ ഈ യുദ്ധഭൂമിക്ക് ഇടയിലായിട്ട് സുദർശന ചക്രം കാണിച്ചപ്പോൾ ഇരുട്ടായപ്പോൾ എല്ലാവരും അസ്തമിച്ചു, സൂര്യൻ അസ്തമിച്ചു എന്ന് വിചാരിച്ചിട്ട് ജയദ്രഥൻ വ്യൂഹത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. അർജുനൻ ആ സമയത്ത് കൊല്ലും ചെയ്തു എന്നാണ്. ചക്രസ്ഥഗിത രവിമഹാഹ പ്രാർത്ഥയൽ സിന്ധുരാജൻ. സിന്ധുരാജനെ, ജയദ്രഥനെ അപ്രകാരം പ്രാർത്ഥയൽ, കൊല്ലിച്ചു. ഇനി നാഗാസ്ത്രേ കർണമുക്തേ. പിന്നെ കർണൻ നാഗാസ്ത്രം പ്രയോഗിച്ചു. കർണൻ യുദ്ധത്തിന് വളരെ സമർത്ഥനായിട്ടുള്ള ആൾ തന്നെയാണ്. ആരാണ്, അർജുനനാണോ കേമൻ, കർണനാണോ കേമൻ എന്ന് പറഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല. അത്ര രണ്ടുപേരും ഒപ്പം വീരന്മാരാണ്. ആ കർണൻ അർജുനൻ്റെ നേരെ നാഗാസ്ത്രം പ്രയോഗിച്ചു. ആ നാഗാസ്ത്രം പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ അർജുനൻ മരിക്കുകയുള്ളൂ. അത്ര സമർത്ഥനായിട്ടുള്ള ആൾ തന്നെയാണ് കർണൻ. അപ്പോൾ
അത് എന്ത് ചെയ്തു എന്നാണെങ്കിൽ തേര് തെളിച്ചുകൊണ്ടിരിക്കുന്നത് ഭഗവാനാണല്ലോ. ഭഗവാൻ ആ തേരിമ്പിലൊന്ന് അമർത്തി ചവിട്ടിയപ്പോൾ അതങ്ങോട്ട് ചോട്ടിലേക്ക് പോയി. തേര് ഒന്ന് ചോട്ടിലേക്ക് പോയി, ഭൂമി തന്നെ താഴത്തേക്കായി കുറച്ച് ഭാഗത്ത് നിന്നാണ്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ അസ്ത്രം വന്നത് അർജുനൻ്റെ കിരീടം തെറിപ്പിച്ചു. അർജുനൻ്റെ തല കൊയ്യാനായിട്ട് അസ്ത്രത്തിന് സാധിച്ചില്ല എന്നാണ്, കിരീടം തെറിപ്പിച്ചു എന്നാണ്, അതിനെ പറ്റിയുള്ളൂ എന്നാണ്. അങ്ങനെ അർജുനനെ രക്ഷിച്ചു എന്നാണ്. നാഗാസ്ത്രേ കർണമുക്തേ, കർണനാൽ മോചിക്കപ്പെട്ടപ്പോൾ, നാഗാസ്ത്രം കർണൻ അയച്ചപ്പോൾ ചിതിഹി അവനമയൽ, ചിതിയെ അവനമയൻ താഴ്ത്തിയിട്ട് ഭൂമിയെ ഒന്ന് താഴ്ത്തി. ആ തേരുമ്പിലെന്ന് അമർത്തി ചവിട്ടിയപ്പോൾ അവിടുത്തെ ഭൂമി ഒന്ന് താണു. അപ്പോൾ താണപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം തെറ്റി. ഭൂമി താണപ്പോൾ മുകളിലേക്കല്ലേ അസ്ത്രം, ലക്ഷ്യം ശിരസിനെ ലക്ഷിച്ച് കഴുത്ത് ലക്ഷ്യമാക്കിയിട്ടാണ് അസ്ത്രം അയച്ചത്. എങ്കിലും ആ കഴുത്തിൽ കൊണ്ടില്ല, അത് കിരീടത്തുമ്പിൽ കിരീടം ഒന്ന് തെറിച്ചു തൽക്കാലം എന്നേ ഉണ്ടായുള്ളൂ എന്നാണ്. ചിരി അവനമയൻ, ചിരിയെ അവനമിപ്പിച്ചുകൊണ്ട് താഴ്ത്തിക്കൊണ്ട്, ഭൂമിയെ താഴ്ത്തിക്കൊണ്ട്, കേവലം കൃത്തമൗലിം തത്രേ, കേവലം അത് മാത്രമായിട്ട് മൗലി കിരീടം മുറിഞ്ഞതായിട്ട് ചെയ്തു. തത്രേ രക്ഷിച്ചു, ത്രാണനം ചെയ്തു. തത്രേച്ച രക്ഷിച്ചു എന്നർത്ഥം. തത്രാപി ആ അവസരത്തിലും, അവിടെയും ആ അവസരത്തിലും പാർത്ഥനെ രക്ഷിച്ചു. പാർത്ഥന്റെ ജീവൻ പോവാതെ കണ്ട് രക്ഷിച്ചു. കിമിവ നഹി ഭവാൻ പാണ്ഡവാനാമകാർഷീത്, ഭവാൻ അങ്ങ് പാണ്ഡവന്മാർക്ക് കിമിവ ന അകാർഷീത്, അങ്ങ് എന്താണ് ചെയ്യാതിരുന്നത്? പാണ്ഡവന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടി അങ്ങ് ഓരോരോ അവസരത്തിലും അങ്ങ് അതിന് ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്താ ചെയ്യാതിരുന്നത്? ഇതൊക്കെ ഭഗവാൻ പാണ്ഡവന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. പല സ്ഥലത്തിലും ഓരോന്നായിട്ട് പാണ്ഡവന്മാരുടെ രക്ഷയ്ക്ക് അങ്ങ് ചെയ്യണ്ടായി. എന്താ ചെയ്യാതിരുന്നത്? അങ്ങനെ എവിടെയൊക്കെ ആവശ്യം വന്നിട്ടുണ്ടോ അവിടെയൊക്കെ അദ്ദേഹം രക്ഷിക്കാനായിട്ട്, ഭഗവാൻ പാണ്ഡവന്മാരെ രക്ഷിക്കാനായിട്ട് ഉണ്ടായിട്ടുണ്ട്. ആ ഭക്തവാത്സല്യം അത്രത്തോളമുണ്ട് എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. പാണ്ഡവന്മാരൊക്കെ ഭക്തന്മാരാണ്, ഭഗവാന്റെ ഭക്തന്മാരാണ് എല്ലാവരും. അവര് അച്ഛൻ മക്കള് എന്നുള്ള നിലയിലല്ല പാണ്ഡവന്മാരെ അദ്ദേഹം കാണുന്നത്. തൻ്റെ ഭക്തന്മാരായിട്ട്, ഉറ്റ ബന്ധുക്കളായിട്ടുള്ള തൻ്റെ ഭക്തന്മാരായിട്ടാണ് കാണുന്നത്. ആ ഭക്തിക്ക് വില കൽപ്പിച്ചുകൊണ്ട് എല്ലായ്പ്പോഴും അവരുടെ രക്ഷകനായിട്ട് അദ്ദേഹം വർത്തിച്ചു എന്നാണ് പറയണത്. കിമിവ നഹി ഭവാൻ പാണ്ഡവാനാം അകാർഷീത് ചെയ്തു. കിമിവ ന അകാർഷീത്, എന്താണ് ചെയ്യാതിരുന്നത്? അപ്പം എല്ലാം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊന്നും കൂടിയും വിസ്തരിക്കുകയാണ് അവിടെ. എന്തൊക്കെയാണ് ആ യുദ്ധസമയത്ത് എങ്ങനെയൊക്കെ രക്ഷിച്ചു എന്നുള്ളതാണ് ഇവിടെ പറയണത്. യുദ്ധേ ദ്രോണൻ സേനാപതിയായിരുന്നതായ ആ യുദ്ധസമയത്ത് ഹസ്തിസ്ഥിരരണ ഭഗതത്തേരിതം വൈഷ്ണവാസ്ത്രം, ഹസ്തിപ്പുറത്ത് ആനപ്പുറത്ത് സ്ഥിരമായി രണം ചെയ്യുന്നതായ, യുദ്ധം ചെയ്യുന്നതായ ഭഗതത്താൽ അയക്കപ്പെട്ടതായ വൈഷ്ണവാസ്ത്രം, നാരായണാസ്ത്രത്തെ വക്ഷസി ആധത്ത, തൻ്റെ വക്ഷസ്സിൽ സ്വീകരിച്ചു, വക്ഷസ്സിൽ ധരിച്ചു. ഇനി ചക്രസ്ഥഗിത രവിമഹാഹ, സുദർശന ചക്രം കൊണ്ട് സ്ഥഗിതമായ, തടയപ്പെട്ടതായ രവിയുടെ, സൂര്യൻ്റെ മഹസ്സോടുകൂടി, പ്രകാശത്തോടുകൂടി, സൂര്യപ്രകാശത്തെ തൻ്റെ ചക്രം കൊണ്ട് മറച്ചുകൊണ്ട് കൃത്രിമമായി സന്ധ്യ എന്നുള്ളതായിട്ടുള്ള പ്രതീതി ഉണ്ടാക്കിക്കൊണ്ട്, സന്ധ്യയുടെ പ്രതീതി ഉണ്ടാക്കി, അങ്ങനെ ആ സൂര്യനെ അങ്ങോട്ട് മറച്ചിട്ട്. ചക്രസ്ഥഗിത രവിമഹാഹ, ചക്രം കൊണ്ട് സ്ഥഗിതമായ, തടയപ്പെട്ട രവിയുടെ പ്രകാശത്തോടുകൂടി, സൂര്യപ്രകാശത്തോടുകൂടി പ്രാർത്ഥയൽ സിന്ധുരാജാവായ ജയദ്രഥനെ കൊല്ലിച്ചു. പ്രാർത്ഥയൽ സിന്ധുരാജാവായ ജയദ്രഥനെ കൊല്ലിച്ചു. അതായത് അർജുനൻ്റെ പ്രതിജ്ഞ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് എന്നാണ്. ഇനി നാഗാസ്ത്രേ കർണമുക്തേ, ഇനി അർജുനൻ്റെ നേരിട്ട് നാഗാസ്ത്രം വന്നതായിട്ടുള്ള സമയത്ത് നാഗാസ്ത്രേ കർണമുക്തേ, കർണൻ അയച്ചതായ നാഗാസ്ത്രം മുക്തമായപ്പോൾ, കർണനാൽ മുക്തമായപ്പോൾ എന്തുണ്ടായി?
ക്ഷിതിം അവനവയൻ ഭൂമിയെ താഴ്ത്തിക്കൊണ്ട് തൻ്റെ കാലടി കൊണ്ട് ഭൂമിയെ ഒന്നമർത്തി താഴ്ത്തിക്കൊണ്ട് ക്ഷിതിം അവനവയൻ കേവലം കൃത്തമൗലിം തത്രേ കേവലം കൃത്തമൗലിയായിട്ട് കിരീടം മാത്രം മുറിഞ്ഞവനായി പാർത്ഥനെ രക്ഷിച്ചു, അർജുനനെ രക്ഷിച്ചു, തത്രേ രക്ഷിച്ചു, തത്രാപി ആ അവസരത്തിലും അർജുനനെ രക്ഷിച്ചു, ഭൂമിയെ താഴ്ത്തിക്കൊണ്ട് അർജുനനെ രക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ കിരീടം മാത്രം മുറിഞ്ഞു, അർജുനന് കുഴപ്പമൊന്നും ഉണ്ടാവാതെ കണ്ട് രക്ഷിച്ചു എന്നാണ്. കിമിവ നഹി ഭവാൻ ഈ പറയണതാണ്. കിമിവ നഹി ഭവാൻ പാണ്ഡവാനാമകാർഷീത് ഭവാൻ അങ്ങ് പാണ്ഡവന്മാർക്ക് കിമിവ ന അകാർഷീത് എന്താണ് ചെയ്യാതിരുന്നത്, പാണ്ഡവന്മാർക്ക് വേണ്ടി എന്തും തന്നെ അങ്ങ് ചെയ്യുകയുണ്ടായി, അനുഷ്ഠിക്കുകയുണ്ടായി എന്ന്. യുദ്ധേ ദ്രോണസ്യ ഹസ്തിസ്ഥിരരണഭഗദത്തേരിതം വൈഷ്ണവാസ്ത്രം പക്ഷസ്യാധത്ത ചക്രസ്ഥഗിതരവിമഹാപ്രാർദ്ധയ സിന്ധുരാജം നാഗാസ്ത്രേ കർണമുക്തേ ക്ഷിതിം അവനമയൻ കേവലം കൃത്തമൗലിം തത്രേ തത്രാപി പാർത്ഥം കിമിവ നഹി ഭവൻ പാണ്ഡവാനാമകാർഷീത്. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ദ്രോണാചാര്യന്റെ യുദ്ധേ ഗജധൃത ഭഗതത്തന്റെ ആ വൈഷ്ണവാസ്ത്രം വാങ്ങീമാറിൽ മറച്ചു രവിയെയും അരിയാൽ സിന്ധുരാജൻ മരിച്ചു. കർണൻ നാഗാസ്ത്രമേതു കുഴിയതു ധരണിൽ ചെയ്തു പോയി കിരീടം ജീവൻ കിട്ടി കിരീടിക്കിരി പലതുമഹോ ചെയ്തു നീ പാണ്ഡവർക്കായി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.